ആകെ 183 ചിത്രങ്ങൾ. ഹിറ്റുകളും ഫ്ലോപ്പുകളും ഏതൊക്കെ? കണക്കുകളുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. 2025 മലയാള സിനിമയ്ക്ക് ലഭിച്ച 360 കോടിയുടെ നഷ്ടം സംഭവിച്ചതായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഈ വർഷം മലയാള സിനിമയ്ക്ക് ഉണ്ടായ ലാഭനഷ്ട കണക്കുകളുടെ പട്ടികയുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഇത് പ്രകാരം 2025 മലയാള സിനിമകൾക്ക് ആകെ നേടിയ നഷ്ടം 360 കോടിയുടേതാണ്. ഈ വർഷം ഇതുവരെ 183 ചിത്രങ്ങൾ റിലീസ് ചെയ്യപ്പെട്ടതിൽ തിയേറ്ററുകളിൽ നേട്ടം കൊയ്തത് 15 ചിത്രങ്ങൾ മാത്രമാണ്. താരങ്ങളുടെ പ്രതിഫലം താങ്ങാനാവുന്നതിനപ്പുറമാണെന്നും സിനിമാ നിർമ്മാണം കുറഞ്ഞു വരികയാണെന്നും നിർമ്മാതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. തിയേറ്ററിൽ മികച്ച കളക്ഷൻ ലഭിച്ച 15 ചിത്രങ്ങളിൽ 8 സൂപ്പർ ഹിറ്റുകളും 7 ഹിറ്റുകളും ഉണ്ടെന്നാണ് സംഘടന അറിയിക്കുന്നത്. ലോക, തുടരും, എമ്പുരാൻ, DS റേ, ആലപ്പുഴ ജിങ്കാന, ഹൃദയപൂർവ്വം, ഓഫീസർ ഓൺ ഡ്യൂട്ടി, രേഖാചിത്രം എന്നിവയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കണക്കുകൾ പ്രകാരം സൂപ്പർ ഹിറ്റുകൾ. കളങ്കാവൽ, എക്കോ, ദ ഫൈറ്റ് ഡിറ്റക്റ്റീവ്, പ്രിൻസ് ആൻഡ് ഫാമിലി, പൊന്മാൻ, പടക്കളം, ബ്രോമൻസ് എന്നിവ 7 ഹിറ്റുകളും ബാക്കി 168 ചിത്രങ്ങളും തിയേറ്ററുകളിൽ നഷ്ടമാണെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന വിലയിരുത്തുന്നു. ഇങ്ങനെ പോയാൽ വൈകാതെ മലയാളത്തിൽ സിനിമാ നിർമ്മാണം കുറയുമെന്നാണ് കണക്കുകൾ പുറത്തുവിട്ട് നിർമ്മാതാക്കൾ പറയുന്നത്. മോഹൻലാൽ ചിത്രം വൃഷഭ, നിവിൻ പോളി ചിത്രം സർവം മായ ഉൾപ്പെടെ 5 ചിത്രങ്ങൾ കൂടി ക്രിസ്മസിന് തിയേറ്ററുകളിൽ എത്തുന്നുണ്ട്. ക്രിസ്മസ് റിലീസുകളുടെ ബോക്സ് ഓഫീസ് പ്രകടനം എത്തരത്തിലായിരിക്കുമെന്ന് ഇൻഡസ്ട്രി കൗതുകപൂർവ്വം കാത്തിരിക്കുന്നതാണ്. അതേസമയം സർക്കാരുമായി നിസ്സഹകരണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഫിലിം ചേംബർ. സർക്കാർ തിയേറ്ററുകൾക്ക് സിനിമ പ്രദർശനത്തിന് നൽകണ്ടെന്നാണ് തീരുമാനം. KFCDയുടെ ഉടമസ്ഥതയിലുള്ള തിയേറ്ററുകൾ പൂർണ്ണമായും ബഹിഷ്കരിക്കാനാണ് തീരുമാനമെന്നും ജനുവരി മുതൽ സർക്കാരുമായി യാതൊരു സഹകരണമില്ലെന്നും ഫിലിം ചേംബർ അറിയിച്ചിട്ടുണ്ട്. സിനിമാ വ്യവസായത്തിൽ നിന്ന് നികുതി ഇനത്തിൽ വലിയ വരുമാനം ഉണ്ടായിട്ടും സർക്കാരിൽ നിന്ന് മേഖലയ്ക്ക് അനുകൂലമായ നടപടികൾ ഒന്നും ഉണ്ടാവുന്നില്ലെന്നാണ് കാണിച്ചാണ് ഫിലിം ചേംബറിന്റെ തീരുമാനം. പ്രസിഡന്റ് അനിൽ തോമസ് ആണ് ഇന്നലെ വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. 10 വർഷമായി സർക്കാരിന് മുന്നിൽ വെച്ച ആവശ്യങ്ങളിൽ ഇതുവരെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് ചേംബറിന്റെ ആരോപണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.